അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം മാറി നിന്നാ പോരായിരുന്നു. ഷിംജിതയുടെ പുറകിൽ നിന്ന് ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നില്ലല്ലോ. ഷിംജിത ഇയാളുടെ പുറകിൽ നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നില്ലേ? അപ്പോൾ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മരിച്ച നിഷ്കളങ്കനും നിരപരാധിയുമായ ദീപക് എന്ത് കുറ്റം ചെയ്തു എന്നാ പറയണത്? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷിംജിത എന്ന് പറയുന്ന യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. വടകരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പോലീസ് കൊയിലാണ്ടി ആശുപത്രിയിൽ നിന്ന് മെഡിക്കലൊക്കെ എടുത്തുകൊണ്ട് അടുത്ത നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഇതിനിടയിലാണ് ഷിംജിതയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. അതായത് ദീപക് മരണപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷവും ഷിംജിത പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ശബ്ദ സന്ദേശം. ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെ: ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒട്ടി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാളത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാളത് കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു. കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പം നേരെ എൻ്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പോൾ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പോൾ എൻ്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറേ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു. അതായത് നിങ്ങൾ ആ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ്, ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ആ ബസ് ജീവനക്കാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലേ? ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവുക. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ. അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ നിങ്ങൾ 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് ആ തൊട്ടു മുന്നിലുള്ള യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഈ വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തു വരുമ്പോൾ ഷിംജിത ആവർത്തിക്കുന്നത് കള്ളം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ പ്രതികരിക്കുകയാണ്. മലയാളി വാർത്തയോട് രാഹുൽ ഈശ്വർ ഷിംജിതയുടെ അറസ്റ്റിന് ശേഷം പ്രതികരിക്കുന്നത് ഇങ്ങനെ: സർ, ഇപ്പോൾ ഷിംജിത അറസ്റ്റിലായിരിക്കുകയാണ്. ഈ അറസ്റ്റിലായതിനു ശേഷം ഷിംജിതയുമായി ബന്ധപ്പെട്ടൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു സാറ്റലൈറ്റ് മാധ്യമം ഷിംജിതയെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ദീപക് മരണപ്പെട്ടതിന് ശേഷം ഷിംജിതയെ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നതാണ് വോയിസ് ക്ലിപ്പ്. അതിൽ പറയുന്നത് ഈ പറയുന്നത് പോലെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടതെല്ലാം കൃത്യമായി പോലീസിനെ അറിയിച്ചിരുന്നു. പരാതിയായിട്ടല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു പോലീസുകാരനോട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് താൻ വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്സിൽ നിന്നും ഒരാളെടുത്ത് എനിക്ക്
ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി, അയാൾ കുറെ നേരമായി എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാണ് ഷിംജിത രണ്ടാമത്തെ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നത്. അപ്പോ ഷിംജിതയുടെ അറസ്റ്റ്, ഈ ഒരു പ്രതികരണം, അതിനെങ്ങനെയാണ് രാഹുൽ ഈശ്വർ നോക്കിക്കാണുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഷിംജിത രക്ഷപ്പെടാൻ വേണ്ടി കള്ളം പറയാത്തത് കൂടുതൽ. കാര്യം ഇത്രയും വലിയ രീതിയിൽ കേരളത്തിൽ അതൊരു ഔട്ട്റേജ് ആകുകയും കേരളത്തിലെ ജനങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രത്യേകിച്ച് പുരുഷന്മാരടക്കം പ്രതിഷേധിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ഷിംജിതയെ അറസ്റ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും രക്ഷപ്പെടാനും നിൽക്കക്കളിയില്ലാതെ കള്ളം പറയാനാണ് സാധ്യത കൂടുതൽ. കാര്യം ഷിംജിത വീഡിയോയിൽ എന്തായാലും ഒന്നുമില്ല, അതാണ് ഒന്ന്. രണ്ട്, ഇനി ഷിംജിതയോട് നമുക്ക് പ്രതികാരം ഒന്നുമില്ല, നമുക്ക് ദീപകിന് നീതിയാണ് വേണ്ടത്. അതായത് ഷിംജിതയുടെ വീഡിയോ ആത്മഹത്യാ പ്രേരകമായി എന്നുള്ള കാര്യം വളരെ എവിഡന്റ് ആണല്ലോ. അപ്പൊ IT ആക്ട്, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ വെച്ചുകൊണ്ട് ഷിംജിതയ്ക്ക് നേരെ നടപടി ഉണ്ടാകണം. അതല്ലേ ഇന്ന് നീതി. ഷിംജിത ഇനിയും ചില ആൾക്കാർ കല്ല് വലിച്ചെറിയണമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലൊന്നും ഞങ്ങളാരും പറയില്ല. അതൊക്കെ ഉത്തരവാദിത്തം ഇല്ലാത്ത സംസാരമാണ്. അത് നമ്മളാരും പറയില്ല. അതുകൊണ്ട് ഷിംജിതയോടും പ്രതികാരം ചെയ്യണമെന്നല്ല, പക്ഷെ ദീപകിന് നീതി ആവശ്യമാണ്. ആ നീതിക്ക് അടിസ്ഥാനം ഇന്ത്യയിലെ നിയമമാണ്. ആ നിയമം ആത്മഹത്യാ പ്രേരണയും IT ആക്ടും എല്ലാം ഉൾപ്പെട്ട് ഷിംജിതയ്ക്കെതിരെ പരാതി കൊടുക്കാൻ ഉള്ള അനുവാദം നൽകുന്നുണ്ട്, സ്പേസ് നൽകുന്നു. അതാണ് വിനിയോഗിച്ചത്. അങ്ങനെ നിയമത്തിൽ മാത്രം വിശ്വസിച്ച് പോകുമ്പോൾ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇപ്പോ ഈ പെൺകുട്ടി പറയുന്നത് പ്രകാരം അവൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലീസിന് അതേ ദുരനുഭവം ഉണ്ടായി. അതാണല്ലോ ദുരനുഭവം ഉണ്ടായത്. അതാണല്ലോ ഷിംജിത പറയുന്നത്. ഷിംജിത പറയുന്നത് മാത്രം പോരല്ലോ, അവൾക്ക് ലഭ്യമായ ഇതിൽ നിന്ന് അവൾ കണ്ടക്ടറോട് പരാതി പറഞ്ഞു. അതായത് ഈ വ്യക്തി അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അടുത്ത് നിന്ന് തട്ടുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഷിംജിത കണ്ടക്ടറോട് പരാതി പറഞ്ഞത് ഷിംജിതയ്ക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഷിംജിത ഈ വ്യക്തിയോട് മാറി നിൽക്കാൻ പറഞ്ഞു. ബസ്സിലെടുത്ത് നിൽക്കുന്ന ഒരാളെടുത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ കൃത്യമായിട്ട് അയാളെടുത്ത് പറയുന്നുണ്ടെന്നാണ് ഷിംജിത പറയുന്നത്. ആ ബസ്സിലുണ്ടായിരുന്ന ഒരു സഹയാത്രക്കാരനോട് പറയുന്നുണ്ട്, ഇയാൾ കുറെ നേരമായിട്ട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നു. എന്നാ കണ്ടക്ടറോടല്ലേ പറയേണ്ടത്? രണ്ട്, ഷിംജിത ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം മാറി നിന്നാ പോരായിരുന്നു. ഷിംജിതയുടെ പുറകിൽ നിന്ന് ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നില്ലല്ലോ. ഷിംജിത ഇയാളുടെ പുറകിൽ നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നില്ലേ? അപ്പോൾ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മരിച്ച നിഷ്കളങ്കനും നിരപരാധിയുമായ ദീപക് എന്ത് കുറ്റം ചെയ്തു എന്നാ പറയണത്? ആലോചിച്ച് നോക്കുക. തന്റെ ഫ്രണ്ടിൽ നിന്ന് ഷിംജിതയുടെ മുഖത്ത് പോലും നോക്കാതെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തി എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണത്? ഷിംജിത പുറകെ നിന്ന് വീഡിയോ എടുക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ആ കുട്ടി പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ? എന്നാൽ തനിക്കൊരു തെറ്റ് പറ്റി, തനിക്കൊരു അബദ്ധം പറ്റി, താനൊരു കുറ്റം ചെയ്തു, അതിൽ ഗിൽറ്റ് ഉണ്ടാകാതെ, കുറ്റബോധം ഉണ്ടാകാതെ വീണ്ടും വീണ്ടും കള്ളങ്ങളുടെ മേൽ കള്ളങ്ങളല്ലേ പറയുന്നത്? ഷിംജിതയെ ആ വ്യക്തി എന്ത് ചെയ്തു എന്ന് പറയണേ? രണ്ട്, ഷിംജിതയ്ക്ക് കൈ നീട്ടി അല്ലെങ്കിൽ കൈ വീശി വീഡിയോ എടുക്കാമെങ്കിൽ ആ കൈ വീശി മാറി നിൽക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. ഷിംജിത കണ്ടക്ടറോട് പറഞ്ഞില്ല, ഷിംജിത ഈ വ്യക്തിയോട് മാറി നിൽക്കാൻ പറയുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഷിംജിത പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ഒന്നിന്റെ പേരിൽ ഒന്നായി തെളിയുകയല്ലേ? ഇനി രണ്ട്, ഷിംജിത ഏത് വ്യക്തിയോടാണെങ്കിലും അവിടെ ബസ്സിൽ CCTV ഒക്കെ ഉണ്ടല്ലോ, ആ വ്യക്തിയോട് ഒന്ന് മൊഴി എടുക്കാൻ പറയും, കോടതിയിൽ കാണും. ഹലോ കേക്കാം. സാർ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ പോലീസ് പോലും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അതായത് ഷിംജിത പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് മാത്രമേ പരിഗണിക്കാൻ പറ്റൂ എന്നുള്ളൊരു പ്രതികരണം ഉണ്ടല്ലോ. ഇപ്പോ ഏതൊരു സ്ത്രീകളാണെങ്കിലും എനിക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അതേ വിലക്ക് എടുക്കേണ്ടതായിട്ടുള്ളതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ. അങ്ങനെ ഏതെങ്കിലും പോലീസുകാരൻ പറഞ്ഞാൽ പോലീസുകാരൻ ചെവിയിൽ നുള്ളിക്കോളൂ, അയാളെ ഞങ്ങൾ കോടതി കയറ്റും. അങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. രണ്ട്, പോലീസുകാർക്ക് തീർച്ചയായും ഷിംജിതയുടെ മൊഴിയെടുക്കാം, അത് തെറ്റൊന്നുമില്ല. മൊഴിയെടുക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ആ മൊഴിയെടുക്കുകയും അതോടൊപ്പം ഷിംജിത തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോടതിയിലെ നിയമ നടപടികൾ നേരിടണം. ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള ശിക്ഷകളും സ്ഥാനങ്ങളും നേരിടണം. ആത്മഹത്യാ പ്രേരണ അല്ലെന്ന് വാദിക്കാൻ ആ കുട്ടിക്ക് റൈറ്റ് ഉണ്ട്, പിന്നെ അങ്ങനെ തന്നെ വാദിക്കണമല്ലോ, തീർച്ചയായിട്ടും വാദിച്ചോട്ടെ. പക്ഷെ ലഭ്യമായ വീഡിയോയിൽ നിന്ന് ദീപക് ഒരു കുറ്റവും ചെയ്തതായി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന കാര്യം 110% ഉറപ്പാണ്. വേറെ ബാക്കിയുള്ള മൊഴികൾ എടുക്കാം. എന്തായാലും 2-3 കാര്യങ്ങൾക്ക് യാതൊരു തർക്കമില്ലല്ലോ. കണ്ടക്ടറോട് പരാതി പറഞ്ഞിട്ടില്ല, ഷിംജിത മാറി നിന്നിട്ടില്ല, ദീപക്കിനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോ ഈ 2-3 കാര്യങ്ങൾ വളരെ വ്യക്തം തന്നെയല്ലേ? ഈ ഒരു വിഷയം മാറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനെ മാത്രം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഈ എല്ലാ ആളുകളും ഇത്തരത്തിലാണ് എന്ന് പറയുന്ന ഒരു രീതി ഇപ്പൊ വന്നിട്ടുണ്ട്. അതായത് പെൺകുട്ടികൾ
തനിക്കെതിരെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് എന്ന് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന മീമുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ പേടിച്ചുകൊണ്ട് കവചം തീർക്കേണ്ടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ വിഷയമുണ്ടല്ലോ രാഹുൽ ഈശ്വർ, ഇതിനു മുൻപ് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പീഡന പരാതികൾ, അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഇപ്പൊ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആരും പുരുഷനിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ സൊസൈറ്റി മൊത്തം ആ ഒരു സ്ത്രീ വിഭാഗത്തിനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന രീതിയിലേക്കോ വരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ ദീപകിന്റെ മരണം ഉണ്ടായപ്പോൾ സംഭവിക്കുന്നത് അതാണ്. ഈ പെൺ വിഭാഗമേ മോശമാണ് എന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് പ്രതികരണങ്ങളും വീഡിയോകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും അപലപിക്കുന്നു, തള്ളിപ്പറയുന്നു. ഒരിക്കലുമല്ല. ഇന്ന് നമ്മുടെ സ്ത്രീകൾക്ക് തന്നെയാണ് പൊതുഗതാഗതങ്ങളിലും മറ്റും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളോട് നമ്മൾ സെൻസിറ്റീവ് ആകണം. കൂടുതൽ പരിഗണനയും കൂടുതൽ പ്രിഫറൻസ്, മുൻഗണനയും സ്ത്രീകൾക്ക് തന്നെ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ദീപക് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത്. അവിടെയാണ് നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് മുൻഗണന, സ്ത്രീകൾക്ക് തന്നെയാണ് പരിഗണന. നിയമത്തിന്റെ പരിരക്ഷ സ്ത്രീകൾക്കാണ് കൊടുക്കേണ്ടത്. നമ്മൾ സമത്വം പോലും ചോദിക്കുന്നില്ല. എന്നാൽ വ്യാജ പരാതികൾ ഉണ്ടെങ്കിൽ ആ വ്യാജ പരാതികൾ ഡീൽ ചെയ്യാൻ ഒരു മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വേണം. ഇത്ര മാത്രമാണ് ചോദിക്കുന്നത്. ഉദാഹരണം, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി വന്നു എന്ന് കോടതി പറഞ്ഞല്ലോ നിവിൻ പോളിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ബാക്കി ഒരുപാട് പേരുടെ കാര്യത്തിൽ വ്യാജ പരാതിയല്ലേ. അപ്പൊ അത്തരം വ്യാജ പരാതികൾ വരുമ്പോൾ അതിനെതിരെ ഒരു മെക്കാനിസം വേണമെന്ന് മാത്രമാണ് പറയുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന യാതൊരു നിലപാടും ഞങ്ങൾ ആരും സ്വീകരിക്കില്ല. സ്ത്രീകളെ എന്താ പറയുക, അവരെല്ലാം മോശക്കാരാണ് ആരും ചെയ്യില്ല. 100% അവരോടൊപ്പം തന്നെ ആയിരിക്കും. തീർച്ചയായും. ഇനി എന്താണ് നിയമ നടപടി മെൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്കുള്ളത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൂടുതൽ ഈ കേസിന്റെ എല്ലാ സപ്പോർട്ടിനും വേണ്ടി നമ്മൾ അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കും. അതോടൊപ്പം ദീപകിന്റെ ജനുവരി 17 പുരുഷാവകാശ ദിനമായി നമ്മൾ ആചരിക്കും. ദീപകിന്റെ സ്മരണാർത്ഥം ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങും. ഏത് നിമിഷവും പുരുഷന് വിളിക്കാൻ കഴിയുന്ന ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങും. അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം നിയമം അനുശാസിക്കും. ഷിംജിതയോട് നമുക്ക് പ്രതികാരമൊന്നുമില്ല. പക്ഷെ ഷിംജിത ചെയ്ത തെറ്റിനും കുറ്റത്തിനും ഷിംജിത നിയമ നടപടി നേരിടണം. ബാക്കി കോടതിയുടെ കയ്യിലാണ്. അതാണ് പ്രതികാരമല്ല നീതി. നീതിക്ക് വേണ്ടി, ദീപകിന്റെ നീതിക്ക് വേണ്ടി പോരാടും. അതോടൊപ്പം ഈ രീതിയിൽ പുരുഷ കമ്മീഷന്റെ ആക്ടിവിറ്റീസോടെ നമ്മൾ അതിശക്തമായിട്ട് മുമ്പോട്ടും. ഷിംജിതയെ ഞാൻ ന്യായീകരിക്കല്ല, എങ്കിൽ പോലും ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു തെളിവ് വേണം എന്നുള്ളതാണല്ലോ. എന്ത് വിഷയം വരുമ്പോഴും തെളിവ് എന്നുള്ള ചോദ്യം വരുമ്പോൾ എങ്ങനെയാണ് പിന്നീട് ഒരു തെളിവായിട്ട് കൊണ്ടുവരുന്നത്? ഈ പറയുന്നത് പോലെ വീഡിയോ ഒക്കെ എടുത്തു വെക്കുന്ന ഒരു തെളിവാണല്ലോ. ഇപ്പോൾ ഇത്തരത്തിലൊരു രീതി മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരുമ്പോൾ ഇനി നാളെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ വീഡിയോ എടുക്കാൻ അവർക്ക് ധൈര്യം വരാത്ത സാഹചര്യത്തിലേക്കല്ലേ എടുക്കേണ്ടത്? പെൺകുട്ടിക്ക് ദുരനുഭവം വന്നാൽ കണ്ടക്ടറോട് പരാതിപ്പെടുകയല്ലേ ചെയ്യേണ്ടത്? കണ്ടക്ടറോട് പരാതിപ്പെടുക, അങ്ങനെയല്ലേ അതിന്റെ പ്രോസസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ താങ്കൾ. ഈ നട്ടുച്ചയ്ക്ക്, അതായത് രാത്രിയൊന്നുമല്ല, ഇത്രയധികം ആൾക്കാർ അവിടെ നിൽക്കുന്നു. ഷിംജിതയുടെ ദേഹത്ത് ഏതെങ്കിലും രീതിയിൽ അൺവാണ്ടഡ് അഡ്വാൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷിംജിതയ്ക്ക് ഈ വ്യക്തിയോട് മാറി നിൽക്കാനോ ചൂടാവാനോ കഴിയും. കണ്ടക്ടറെ വിളിക്കാൻ കഴിയും. ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ആവശ്യപ്പെടാം. കൂടെ ഉള്ളവരോട് കംപ്ലൈന്റ് ചെയ്യാം. ഇങ്ങനൊന്നും കംപ്ലൈന്റ് ചെയ്തതായി ഷിംജിത ഒഴിച്ച് ബാക്കി ആരും പറയുന്നില്ല. ഷിംജിത ഒഴിച്ച് ബാക്കി ആരും അത് പറയുന്നില്ലല്ലോ. അപ്പം അവിടെയാണ് ഇത്രയും നേരം നമുക്ക് അതിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതായത് ഷിംജിത ഇത് ആരെടുത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം, വോയിസ് ക്ലിപ്പ് പ്രകാരം ഷിംജിത പറയുന്നുണ്ട് തന്റെ അടുത്തുണ്ടായിരുന്ന ഒരാൾ തന്നോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ മോശമായിട്ട് കുറെ നേരമായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷിംജിത തന്നെ പറയുന്നതാണ്. അതെ, അപ്പൊ അതിനെന്താ വിശ്വാസ്യത? ഷിംജിത തന്നെ ഒരു വോയിസ് ക്ലിപ്പ് പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറയുന്നതിന് എന്താ വിശ്വാസ്യത? അയാൾ ആരാണ്? ആ വ്യക്തി ആരാണ്? ആ വ്യക്തി മുമ്പോട്ട് വരട്ടെ. ഓൾറെഡി CCTV ഉണ്ടല്ലോ ഇവരെല്ലാം കയറുന്നത്. ആ വ്യക്തി വരട്ടെ. രണ്ട്, ഷിംജിതയ്ക്ക് എന്തുകൊണ്ട് കണ്ടക്ടറോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് കണ്ടക്ടറോട് ഷിംജിത പരാതി പറഞ്ഞില്ല? രണ്ട്, ഈ വ്യക്തിയോട് തന്നെ മാറി നിൽക്കാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഷിംജിത എന്തുകൊണ്ട് മാറി നിന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ വളരെ സ്വാഭാവികമല്ലേ? അപ്പോൾ ഷിംജിത ന്യായീകരിക്കാൻ വേണ്ടിയും രക്ഷപ്പെടാൻ വേണ്ടിയും കള്ളം പറയുകയാണ് എന്ന് മാത്രമേ നമുക്കതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയൂ. ഒരു ഷിംജിത അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണയുടെ ശിക്ഷ നേരിടണം, കേസ് നേരിടണം. അത്ര തിരക്കുള്ള ബസ്സൊന്നും ആയിരുന്നില്ലല്ലോ. ഒരുപക്ഷെ കാണാത്ത രീതിയിൽ കൈവച്ച് നടന്ന രീതിയൊന്നും ആയിരുന്നില്ലല്ലോ. നമുക്കത് നോക്കിയാൽ പോരെ? നമുക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ. അപ്പൊ താങ്കൾ ആലോചിച്ച് നോക്കുക, കൈ നീട്ടി വെച്ചാണല്ലോ ഷിംജിത ഇതെടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പൊ ആ കൈ നീട്ടി വെച്ച് വീഡിയോ എടുക്കാനുള്ള സ്പേസ്
അങ്ങോട്ട് ഷിംജിതയ്ക്ക് മാറി നിൽക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇയാളോട് മാറി നിൽക്കാൻ പറയാറുന്നില്ലേ? കണ്ടക്ടറോട് കുറ്റം പറയാറുന്നില്ലേ? ഇതൊന്നും ഷിംജിത ചെയ്തില്ലല്ലോ. അപ്പൊ അയാളെ കണ്ടന്റായി ഉപയോഗിച്ചു എന്നുള്ളതല്ലേ സത്യം. നമ്മൾ എന്തിനാ സത്യം പറയുന്നതിന് മടി കാണിക്കുന്നത്? ഇത് ഏതുപോലെയാന്ന് പറഞ്ഞാൽ നിവിൻ പോളിക്ക് എതിരെ റേപ്പ് ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയോട് ആ ഡേറ്റിൽ നിവിൻ പോളി കൊച്ചിയിലാണെന്ന് പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞെന്താ അറിയാമോ? ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞപ്പോൾ ഡേറ്റ് മാറിപ്പോയി എന്നാണ്. ആ രീതിയിലുള്ള കള്ളങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ദൈവത്തെയോ.